അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാവുകയും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ മാർത്ത യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. ഈ വാക്യങ്ങളിൽ തെളിഞ്ഞു കാണുന്ന ഒരു യാഥാർത്ഥ്യം മാർത്തയ്ക്ക് യേശുവിൽ വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ മാർത്തയുടെ വിശ്വാസം അനുസരിച്ച് യേശുവിന് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ യേശു ദൈവത്തോട് പ്രാർത്ഥിക്കണമായിരുന്നു. മാർത്തയുടെ യേശുവിലുള്ള വിശ്വാസം എത്രയോ ബലഹീനമാണ് എന്ന് മനസ്സിലാക്കിയ യേശു യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ കൂടി പറയുകയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു വാസ്തവത്തിൽ ആരാണെന്ന് മാർത്തയ്ക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടും മാർത്ത ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശുവിനോട് കല്ലറയുടെ കല്ല് മാറ്റുവിൻ എന്ന നിർദ്ദേശത്തിന് മറുപടി എന്നോണം പറയുകയാണ്, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന്. മാർത്തയോട് യേശു വീണ്ടും പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 39-40 വാക്യങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 43-ാം വാക്യത്തിൽ യേശു നാറ്റം വെച്ച ലാസറിനോട് കൽപ്പിക്കുകയാണ്, ലാസറേ, പുറത്തു വരിക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 44-ാം വാക്യം തുടങ്ങുന്നത്, നാറ്റം വെച്ച ലാസർ നാറ്റം മാറിയവനും ജീവനുള്ളവനും ആയി പുറത്തു വന്നു എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം നാറ്റം വെച്ച വ്യക്തിയാണെന്നും ഇനി ഒരിക്കലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുകയില്ല എന്ന് ലോകം വിധി എഴുതിയിട്ടുണ്ടെങ്കിലും ഇനി നാം ഒരിക്കലും പുറത്തു വരാതിരിക്കത്തക്കവണ്ണം പ്രശ്നങ്ങളാകുന്ന കല്ല് വെച്ച് നമ്മെ അടച്ചിട്ടുണ്ടെങ്കിലും മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് നിലവിളിച്ച യോനയെപ്പോലെ യേശുവിനോട് നാം കരയാമെങ്കിൽ മിന്നൽ പോലെ നമ്മുടെ പ്രതികൂലത്തിൻ്റെ നടുവിലേക്ക് പാഞ്ഞു വന്ന് നമ്മുടെ കഷ്ടത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനായ സർവശക്തനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാണ് നാം യേശുവിനെ വിശ്വസിക്കേണ്ടത്. മാർത്തയ്ക്ക് അപ്രകാരമുള്ള വിശ്വാസമായിരുന്നില്ല. അവളുടെ വിശ്വാസം ശക്തിപ്പെടുവാൻ നാറ്റം വെച്ച ലാസറിൻ്റെ ഉയർപ്പ് കാരണമായി തീർന്നു. അവളുടെ മാത്രമല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും വിശ്വാസം ബലപ്പെട്ടു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് സ്പഷ്ടമായി പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ. മരിച്ച് നാറ്റം വെച്ച ലാസർ മരിക്കുവാനും നാറ്റം വെച്ചു എന്ന് ലാസറിൻ്റെ സഹോദരിയായ മാർത്ത പറയുവാനും യേശുവാണ് ഇട വരുത്തിയതെന്ന് സ്പഷ്ടം. കാരണം ലാസർ ദീനമായി കിടന്നപ്പോൾ യേശു അവിടെ ചെന്നിരുന്നെങ്കിൽ ലാസർ മരിക്കുകയോ നാറ്റം വയ്ക്കുകയോ ചെയ്യുമായിരുന്നില്ല. വ്യക്തമായി പറഞ്ഞാൽ തൻ്റെ അരുമ ശിഷ്യന്മാർ യേശു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനും യേശുവിനെ വിശ്വസിച്ച് യേശുവിൻ്റെ വിശ്വസ്ത ശിഷ്യന്മാരായി തീർന്ന് ലോകത്തെയും ലോകത്തിൻ്റെ മോഹങ്ങളെയും ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് ലാസറിനെ യേശു ഉപയോഗിച്ചു. മാർത്തയുടെയും മറിയയുടെയും പ്രതീക്ഷയായിരുന്ന ലാസറിന് ദീനം വരുവാനും മരിക്കുവാനും നാറ്റം വയ്ക്കുവാനും ഇട വന്നിട്ടും യേശു അവന് വേണ്ടിയും അവൻ്റെ സഹോദരിമാർക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ താമസിച്ചു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി താമസിക്കുമ്പോൾ നാം സങ്കടപ്പെടേണ്ട കാര്യമില്ല. അല്പം താമസിച്ചാൽ ദൈവം പ്രവർത്തിക്കും. യേശുവിൽ ആശ്രയിക്കുക, യേശുവിനെ വിശ്വസിക്കുക, യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അവൻ്റെ സമയത്ത് മാത്രമേ അവൻ പ്രവർത്തിക്കൂ. യേശുവിൽ വിശ്വസിച്ച യഹൂദന്മാരെ കുറിച്ച് നാം തുടക്കത്തിൽ കേട്ടുവല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ ആകും. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രന്മാർ ആക്കും. യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ മാർത്തയെപ്പോലെ വളരെ ബലഹീനമായ വിശ്വാസമേ അവർക്കുണ്ടായിരുന്നുള്ളൂ.
അപ്രകാരം ഒരു ബലഹീനമായ വിശ്വാസമേ നമുക്ക് ഉള്ളൂ എങ്കിൽ യേശുവിൻ്റെ യഥാർത്ഥ മകനോ മകളോ ആകുവാൻ നമുക്ക് കഴിയാതെ പോകും എന്നാണ് യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞ വാക്കുകളിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത്. യേശുവിലുള്ള നമ്മുടെ വിശ്വാസം ശക്തി പ്രാപിക്കണമെങ്കിൽ നാം യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്നാൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് അർത്ഥം എന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്രകാരം നാം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ യേശു താൻ ആരാണെന്ന് വെളിപ്പെടുത്തി തരികയും സത്യം നാം തിരിച്ചറിയുകയും ആ സത്യം നമ്മെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. അനേക ദൈവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതിൽ സത്യദൈവം ആരാണെന്ന് നാം തിരിച്ചറിയുമെന്നാണ് സത്യം നിങ്ങൾ അറിയും എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. സത്യം നാം അറിയുമ്പോൾ സത്യമായതല്ലാത്തതെല്ലാം അസത്യമായതെല്ലാം നാം ദൂരെ എറിഞ്ഞു കളയും. സത്യത്തിൽ വിശ്വസിക്കാതെ, അതായത് സത്യദൈവത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ അഥവാ പാപത്തിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നുവെന്ന് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുമ്പോൾ സത്യം അറിയാതവണ്ണം നമ്മുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ദൈവം പരാജയപ്പെടുകയും പാപം മൂലം കുരുടായിപ്പോയ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും സത്യദൈവത്തെ നാം തിരിച്ചറിയുകയും ചെയ്യുന്നു. സത്യം നാം തിരിച്ചറിഞ്ഞാൽ അസത്യം എല്ലാം എറിഞ്ഞു കളയും. പ്രമുഖ ബ്രിട്ടീഷ് അഭിഭാഷകനായിരുന്നു ഫ്രാങ്ക് മോറിസൺ. യേശുക്രിസ്തുവിൻ്റെ ജനനം നിഷേധിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന് വലിയ ആവശ്യമായി. ഏറെ പഠനങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആരാണ് കല്ല് നീക്കിയത് എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. യേശുവിൻ്റെ പുനരുദ്ധാനത്തിനെതിരെയുള്ള എല്ലാ വാദഗതികളും അദ്ദേഹം നിരത്തിയെങ്കിലും പുസ്തകം എഴുതി തീർന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തമായ തെളിവുകളാണ് അതിലുണ്ടായിരുന്നത്. സത്യത്തെ മൂടിവെക്കുവാൻ ഒരിക്കലും ആർക്കും കഴിയുകയില്ല. ആകയാൽ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് യേശുവിനെ കൂടുതൽ മനസ്സിലാക്കുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും നമുക്ക് ഉത്സാഹിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും കഷ്ടത മൂലം ഞെരുങ്ങുന്നുവെങ്കിൽ അങ്ങ് അവരുടെ കഷ്ടത മാറ്റിക്കൊടുത്ത് അവർക്ക് സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റിക്കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.